ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ റേഷ്യോ ആണ്. വംശബന്ധത്തിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 137 4ാമത്തെ ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1, 2, 3 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇവിടെ ചോദ്യം ഇതാണ്: ദ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 54 സെന്റിമീറ്റേഴ്സ് ഈസ് 4:5. ഒരു റെക്ടാംഗിൾ അഥവാ ചതുരമുണ്ട്, അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 4:5 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റളവ് 54 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി 2 പാർട്ടുണ്ട് ഇതിനകത്ത്. ഒന്നാമത്തെ പാർട്ട്, ദ റേഷ്യോ ഈസ് ടു ബി മെയ്ഡ് 2:3. ഈ ചതുരത്തിൻ്റെ റേഷ്യോ 2:3 ആക്കുവാണെങ്കിൽ ബൈ ഇൻക്രീസിങ് ദ ഹൈറ്റ് ഓർ വിഡ്ത്ത്, ഹൈറ്റോ വിഡ്ത്തോ കൂട്ടണം. അപ്പോൾ ഏതാണ് കൂട്ടേണ്ടത്, എത്ര കൂട്ടണം, ഇതാണ് ഒന്നാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത പാർട്ട്, ദ റേഷ്യോ ഈസ് ടു ബി മെയ്ഡ് 2:3. സെയിം റേഷ്യോ 2:3 തന്നെ ആക്കണം. ബൈ ഡിക്രീസിങ് ദ ഹൈറ്റ് ഓർ വിഡ്ത്ത് വിച്ച് ഈസ് ടു ബി ഡിക്രീസ്ഡ്. ഏതിനെയാണ് ഡിക്രീസ് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത്? നീളത്തിനെയാണോ ഉയരത്തിനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എത്രയാണ് കുറയ്ക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെപ്പറേറ്റ് കാണാം. ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് 4:5 ആണെങ്കിൽ ഹൈറ്റ് എന്താവും? ഹൈറ്റ് ഈക്വൽ ടു 4x എന്ന് എഴുതാമല്ലോ അല്ലേ? അതേപോലെ വിഡ്ത്ത് ഈക്വൽ ടു 5x എന്ന് എഴുതാമല്ലോ. ഇനി പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവുകൾ കൂട്ടുക അല്ലെ. ഇവിടെ വിഡ്ത്ത് 5x ഹൈറ്റ് 4x ആണ് അല്ലെ. 2 പ്രാവശ്യം വിഡ്ത്തും 2 പ്രാവശ്യം ഹൈറ്റും കൂടെ കൂട്ടുമ്പോഴല്ലേ 54 കിട്ടുന്നത്. അല്ലെങ്കിൽ ഹൈറ്റ് പ്ലസ് വിഡ്ത്ത് അല്ലെ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 54ന്റെ പകുതി കിട്ടണം അല്ലെ. അപ്പോൾ 4x + 5x എത്ര വരും? ഹൈറ്റും വിഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ ഇതിൻ്റെ പകുതി, 54ന്റെ പകുതി കിട്ടും. ഇതെത്രയാണ്? 4x + 5x എത്രയാണ്? 9x ഈക്വൽ ടു 27 എന്ന് വന്നല്ലോ. 54ന് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 27 കിട്ടി. അപ്പോൾ x ഈക്വൽ ടു എത്ര വന്നു? 27ന് ഈ 9 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. 27നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വന്നു? 3 എന്ന് വന്നു. 3 സെന്റിമീറ്റർ എന്ന് വന്നു. ഈ x ആണ് 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഹൈറ്റ് എത്ര വന്നു? ഹൈറ്റ് എന്ന് പറയുന്നത് 4x ആണ്. അപ്പോൾ 4 × 3 ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. അതേപോലെ വിഡ്ത്ത് നമുക്ക് കാണാമല്ലോ. ഉയരം 12 സെന്റിമീറ്റർ കിട്ടി. 5 × 3 നീളം 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇത് രണ്ടും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഹൈറ്റ് 12 സെന്റിമീറ്റർ എന്നും വിഡ്ത്ത് 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഞാനത് ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഈസ് ടു ബി മെയ്ഡ് 2:3. അപ്പോൾ ഈ ചതുരത്തിൻ്റെ റേഷ്യോ 2:3 ആക്കുമ്പോൾ ബൈ ഇൻക്രീസിങ് ദ ഹൈറ്റ് ഓർ വിഡ്ത്ത്, ഏതെങ്കിലും ഒന്നിനെ, ഹൈറ്റിനെയോ വിഡ്ത്തിനെയോ ഏതെങ്കിലും ഒന്നിനെ ഇൻക്രീസ് ചെയ്യണം. അത് എത്ര കൂട്ടണം എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടും ദ റേഷ്യോ ഈസ് ടു ബി മെയ്ഡ് 2:3, സെയിം റേഷ്യോ 2:3 തന്നെ. ബൈ ഡിക്രീസിങ് ദ ഹൈറ്റ് ഓർ വിഡ്ത്ത്, വിഡ്ത്തിനെയോ ഹൈറ്റിനെയോ ഒന്ന് ഡിക്രീസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എത്രയാണെന്ന് അവിടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒറിജിനലിലുള്ളത്, ഒറിജിനൽ ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് എത്രയാണ്? ഹൈറ്റ് ബൈ വിഡ്ത്ത് ഈക്വൽ ടു 4/5 ആണ് ഒറിജിനൽ. ഇനി നമുക്കിപ്പോൾ പുതിയത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒന്നാമത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് 2:3 തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് ബൈ വിഡ്ത്ത് ഈക്വൽ ടു 2/3 എന്ന് തന്നിട്ടുണ്ട്. നമുക്കിതിൽ ഏതാണ് കൂട്ടേണ്ടത് ഏതാണ് കുറയ്ക്കേണ്ടതെന്നൊന്നും അറിയണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് ഈക്വൽ ടു എത്ര വരുമെന്ന് നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ വിഡ്ത്തിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലൈഡ് ബൈ വിഡ്ത്ത് ആവും. ഇവിടെയോ ഹൈറ്റ് ഈക്വൽ ടു 2/3 ഇൻറ്റു വിഡ്ത്ത് ആയല്ലോ, ആയില്ലേ? ഇനി ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെയിം അല്ല രണ്ടിടത്തും, പക്ഷെ 4/5 ആണ് ഇവിടുത്തെ ആദ്യത്തെ ഇതിലുള്ള ഫ്രാക്ഷൻ. പുതിയതിലുള്ളത് 2/3 ആണ്. ഇതിലേതാണ് വലുത് ചെറുത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാം.
അപ്പോൾ 4/5 എന്ന് പറഞ്ഞാൽ 0.8 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? ഹൈറ്റ് ഈക്വൽ ടു 0.8 ടൈംസ് വിഡ്ത്ത് എന്ന് എഴുതാമല്ലോ. ഇനി 2/3 നമുക്ക് നോക്കാം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലെ? 0.6 വിഡ്ത്ത് എന്ന് എഴുതാം. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിജിറ്റ് മാത്രം എഴുതി. കണ്ടോ, ഇവിടെ നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ? ഹൈറ്റും വിഡ്ത്തും ഒന്നും മാറുന്നില്ല, നമ്പറിൽ വ്യത്യാസം. അപ്പൊ നമ്പർ ഏതാ വലുത്? ഒറിജിനലിലാണ് വലുത്, ന്യൂയിലല്ല വലുത്. നമുക്ക് പുതിയതിലാണ് വേണ്ടത്. അതായത് ഹൈറ്റ് പുതിയതിൽ വന്നപ്പോൾ കുറഞ്ഞു, 0.8 നിന്ന് 0.6 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസ് ചെയ്ത ക്വസ്റ്റ്യൻ ഏത് പാർട്ടാ? സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ഇവിടെ ആദ്യമേ റെഡിയായി. എന്താണ് ഡിക്രീസ് ചെയ്തത്? ഹൈറ്റ് 0.8 നിന്ന് 0.6 ആയിട്ട് കുറഞ്ഞു അല്ലെ? 0.6 ടൈംസ് വിഡ്ത്തായി. അപ്പൊ ഹൈറ്റ് ഈസ് ഡിക്രീസ്ഡ് എന്ന് എഴുതാവല്ലോ. രണ്ടാമത്തെ ആൻസർ കിട്ടി, ഹൈറ്റ് ഈസ് ഡിക്രീസ്ഡ്. ഇനി എത്ര കുറഞ്ഞു എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് ഒന്നാമത്തെ ആൻസർ എന്തായി? വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. ഹൈറ്റ് കുറഞ്ഞു, വിഡ്ത്ത് എന്തായി? കൂടി. വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. മനസ്സിലായോ? ഈ 2:3 റേഷ്യോയിൽ വന്നപ്പോൾ വിഡ്ത്ത് കൂടുകയും ഹൈറ്റ് കുറയുകയും ചെയ്തു. ഇനി എത്ര കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തു അല്ലെ? അപ്പോൾ ഈ വിഡ്ത്തിനെ ഞാൻ കുറച്ചും കൂടെ നീട്ടി വരയ്ക്കുകയാണ്. A സെന്റിമീറ്റർ കൂടിയെന്നെടുത്തു വിഡ്ത്തിനെ. നമുക്ക് ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് റേഷ്യോ തന്നെയാണ് 2:3. അപ്പോൾ ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ആണ് 2:3. ഇവിടെ ഹൈറ്റ് എത്രയാണ്? 12 ആണ്. ബൈ വിഡ്ത്ത് എന്ന് പറയുന്നത് 15 ആയിരുന്നത് A സെന്റിമീറ്റർ കൂട്ടി. അപ്പൊ 15 പ്ലസ് A എന്ന് എഴുതാമല്ലോ. ഈക്വൽ ടു 2/3. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2നെ 15 പ്ലസ് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ ടു 3യെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക. 2 × 15 30 പ്ലസ് 2 × A 2A ഈക്വൽ ടു 3 × 12 36. അപ്പൊ 2A ഈക്വൽ ടു 36. ഈ പ്ലസ് 30 അപ്പുറത്ത് പോയപ്പോൾ -30 ആയി. 36 30 പോയപ്പോൾ 6 ആയി. അപ്പൊ 2A 6 ആണെങ്കിൽ A ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3 സെന്റിമീറ്ററിന് കിട്ടിയല്ലോ. അപ്പൊ എന്തുമാത്രം കൂടി? A കൂടി എന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ എന്തുമാത്രം കൂടി? വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 സെന്റിമീറ്റർ. ആൻസർ ആയില്ലേ? ഫസ്റ്റ് ആൻസർ ആയില്ലേ? ഇനി സെക്കൻഡ്, ഹൈറ്റ് എന്തുമാത്രം കുറഞ്ഞു എന്നും കൂടെ കാണണം. ഇനി ഹൈറ്റ് നമ്മൾ കുറച്ച് കുറയ്ക്കാൻ പോവാണ്. അപ്പൊ അതിനെ കുറച്ചു, അതിനെ B എന്നെടുക്കാം. ഇവിടെ A എടുത്തോണ്ട് അടുത്ത B എന്ന് എടുത്തു. അപ്പോൾ അവിടെയും ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് 2:3 തന്നെയാണല്ലോ. അപ്പൊ ഹൈറ്റ് കുറച്ചു 12 ആയിരുന്നു. 12 മൈനസ് B ബൈ വിഡ്ത്ത് എത്രയാണ്? 15 ഈക്വൽ ടു 2/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 3യെ 12 മൈനസ് B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു 2 × 15. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 36 മൈനസ് 3B ഈക്വൽ ടു 30 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ 3B നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 36 ഉണ്ട്. ഈ പ്ലസ് 30 ഇപ്പുറത്ത് വന്നപ്പോൾ -30 ആയി. ഈക്വൽ ടു 3B എന്ന് എഴുതാം. അപ്പോൾ 36 മൈനസ് 30 6 ആണ്. അല്ലെങ്കിൽ 3B ഈക്വൽ ടു 6 എന്ന് എഴുതാമല്ലോ. അപ്പോൾ B ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. 6/3 അതാണ് 2. അപ്പോൾ ഹൈറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? രണ്ട് പാർട്ടും ക്ലിയർ ആയല്ലോ? എഴുതി പഠിക്കാം.